ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിച്ചസ് ലിറ്റിൽ വേൾഡ്. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്, കരിങ്കപ്പാറ വീട്ടിലേക്ക്. അപ്പം എൻ്റെ വീട്ടിൽ വന്ന് നിന്നിട്ട് 3-4 മാസമായി. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായില്ല, അപ്പോൾ തിരിച്ച് ഏട്ടൻ്റെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. അപ്പം നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അനിയേട്ടൻ്റെ ഓട്ടോ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കൊണ്ടാക്കാനായിട്ട്. അപ്പോൾ കുറച്ച് ബാഗ് പാക്കിംഗ് ഒക്കെ ഉണ്ട്, ഡ്രസ്സൊക്കെ കുറേ കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഡ്രസ്സ് ചേഞ്ച് ചെയ്യൽ. അപ്പം എൻ്റെ ഡ്രസ്സ് എന്തൊക്കെ കൊണ്ടുപോകാനുള്ളതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്രയും ഡ്രസ്സ് ബാഗ് പാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അധികം ഒന്നുമില്ല, ഒരുപാടൊന്നുമില്ല. ഞാൻ ഇടയ്ക്ക് നിലയ്ക്ക് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്ന കാരണം കുറേയൊക്കെ അങ്ങനെ ഇടയ്ക്ക് കൊണ്ടുപോയി അവിടെ വെക്കാറുണ്ട്. കുറേ ബൾക്കാക്കണ്ടെന്ന് കരുതിയിട്ട് കുറച്ചൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാഗ് പാക്ക് ചെയ്യാനായിട്ട്. ഈ ഒരു ബാഗിലാണ് ഞാൻ പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഈ ഒരു ബാഗ് കൂടാതെ മോൻ്റെ ഒരു സ്കൂൾ ബാഗ് ഉണ്ട്. പിന്നെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ചെറിയൊരു ബാഗ് ഉണ്ട്. അത് കൂടാതെ ഒരു ഹാൻഡ് ബാഗ് കൂടി ഉണ്ട്. ഈ ഒരു ബാഗ് ഉണ്ട്. ഈ ഒരു ഹാൻഡ് ബാഗ് ഞാൻ ഒരു കാര്യമില്ലാതെ എടുത്തുകൊണ്ട് വന്നതാണ്. വെറുതെ ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ട് ഒരു കാര്യമില്ലാതെ എടുത്തുകൊണ്ട് വന്നതാണ്. ഇതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കൊണ്ടുപോകാനുള്ളത്. ഇപ്പോൾ അത് കൂടാതെ നമുക്ക് കൊണ്ടുപോകാനുള്ളത് പലഹാരങ്ങളാണ്. 3-4 മാസമായാലും വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു കുറച്ച് ഉണ്ണിയപ്പവും കുറച്ച് കോഴിയട ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി കൊണ്ടുപോകാനുണ്ട്. നമ്മളിപ്പോൾ ബാഗ് പാക്ക് ചെയ്യാൻ പോവുകയാണ്. ഓൾറെഡി കുറച്ച് മോൻ്റെ ഡ്രസ്സുകൾ ഇതിലുണ്ട്. അപ്പോൾ ഇനി ബാക്കിയും കൂടി ഇതിലേക്ക് വെക്കണം. നമ്മുടെ ഈ ബാഗ് ഫുള്ളായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഡ്രസ്സ് നമുക്ക് ഈ ടെക്സ്റ്റൈൽസിൻ്റെ പാക്കറ്റിലേക്ക് ഇടാം. പിന്നെ കുറച്ച് പാത്രങ്ങൾ കൊണ്ടുപോകാനുണ്ട്. ആനിവേഴ്സറിക്ക് നാത്തൂന് ചിക്കനും ഫുഡൊക്കെ തന്നതായിരുന്നു. അപ്പോൾ ആ പാത്രം കൊണ്ടുപോകാനുണ്ട്. ഇനിയിപ്പോൾ അതും കൂടി ഈ കവറിലേക്ക് ആക്കാം. പിന്നെ എൻ്റെ ഒരു മേക്കപ്പ് ബോക്സ് ഉണ്ട്. മേക്കപ്പ് ബോക്സ് കൊണ്ട് നടക്കാത്തവരായിട്ട് ഇപ്പോൾ ആരും തന്നെ ഉണ്ടാവില്ല. ഏതൊരു വഴിക്ക് പോവുകയാണെങ്കിലും മേക്കപ്പ് ബോക്സ് ഇല്ലാതെ ആരും തന്നെ പുറത്തേക്ക് ഇറങ്ങില്ല. ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്കെങ്കിലും ഇടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അങ്ങനെ നേരത്തെ എല്ലാം തന്നെ സെറ്റാക്കി എല്ലാം വെച്ചിട്ടുണ്ട്. ഒന്നും തന്നെ മറക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചാർജർ മാത്രമേ എടുക്കാനുള്ളൂ. അത് പോകാനാകുമ്പോഴേക്കും ബാഗിലെടുത്ത് വെക്കും. ഞങ്ങൾ രണ്ടുപേരും റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ കോസ്റ്റ്യൂം വരുന്നത്. അപ്പം ഇന്നലെ രാവിലെ അനിയേട്ടൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു വണ്ടിയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്, രാവിലെ പോകുമെന്ന് പറഞ്ഞപ്പോൾ അമ്മേനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് അവൾ രാവിലെ വരുന്നുണ്ടെന്ന്. അപ്പോൾ അമ്മ എന്താണ് ഇന്നലെ രാത്രി അച്ഛൻ വിളിച്ചിരുന്നു, വണ്ടി ഒന്നും ഏൽപ്പിക്കേണ്ട, അവരെ വിളിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞേക്ക്, രാജുവേട്ടൻ വിളിക്കാൻ വന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാജുവേട്ടനാണ് ഞങ്ങളെ വിളിക്കാൻ വേണ്ടി വരുന്നത്. കാറായിട്ട് വരും. അപ്പോൾ രാജുവേട്ടന് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഫുഡ് വരുന്നത്. പൊറോട്ടയും ചിക്കൻ ഗ്രേവിയും പിന്നെ ചിക്കൻ കറിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി പെട്ടെന്ന് പറഞ്ഞത് കാരണം ഒന്നും വാങ്ങിക്കാനൊന്നും പറ്റിയില്ല. അച്ഛന് രാവിലെ നേരത്തെ പണിക്ക് പോകാനുള്ള കാരണം ഒന്നും വാങ്ങാനും പറ്റിയില്ല. അപ്പം പുറത്തുനിന്ന് വാങ്ങിച്ചു. നമുക്ക് പരിചയമുള്ള ചേട്ടൻ തന്നെയാണ് ഇത് കൊണ്ടുവന്ന് തന്നത്. അപ്പോൾ പൊറോട്ടയും ചിക്കൻ കറിയും ചിക്കൻ ഗ്രേവിയുമാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ രാജേട്ടൻ വന്നപ്പോൾ ഫുഡെല്ലാം എടുത്തിട്ട് ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫുഡ് കഴിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും പലഹാരങ്ങൾ പാക്ക് ചെയ്തത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ എല്ലാ ലഗേജും എടുത്ത് വെച്ച് ഞങ്ങൾ ഇറങ്ങി. റിച്ചു ഫ്രണ്ടിൽ കോ ഡ്രൈവർ സീറ്റിലാണ് ഇരുന്നത്. ഫൈനലി നമ്മൾ കരിങ്കപ്പാറ വീട്ടിലെത്തി. 4 മാസങ്ങൾക്ക് ശേഷമാണ് എത്തുന്നത്. അപ്പോൾ ലഗേജ് എല്ലാം എടുത്ത് റൂമിലേക്ക് വെച്ചു. ഇവിടുന്ന് പോകുമ്പോൾ ഒരുപാട് ഡ്രസ്സൊക്കെ തിരുമ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മടക്കി വെക്കാനുണ്ട്. അമ്മ എടുത്തിട്ട് റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ മടക്കി വെക്കണം. നമ്മളപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ ഒരു കുന്ന് ഡ്രസ്സിന് മടക്കി ഇടാനുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ പണിയിലാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.